അവളെ കൊല്ലണമെങ്കിൽ ആദ്യം ഇവനെ ഫേസ് ചെയ്യണമെന്നറിഞ്ഞ് അവൻ ദേഷ്യത്തി അവരെ പറഞ്ഞേക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡിന് ഇവനും അവളെ പേടിക്കാതിരിക്കാൻ പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ ഇവളെ പുറത്തേക്ക് എടുക്കുമെന്നറിയും. അങ്ങനെ ഇപ്പൊ പ്രിൻസ് ജീസാനും അയാളുടെ പ്ലാൻ സക്സസ് ആയി എന്നറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പം ഇതേ സമയം ഇവിടെ രാജാവാണ് അവൾ തെറ്റ് ചെയ്തിട്ട് കണ്ടെത്താൻ വേണ്ടി അവൻ കുറെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അവനും അവന്റെ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ് ആഹാരത്തിനകത്ത് ഏതൊക്കെ ഫുഡാണ് ആഡ് ചെയ്ത് അതൊക്കെ അവൻ വായിച്ചു നോക്കുമ്പം ഇവന് മനസ്സിലാവും ഇവരുടെ പക്കൽ ഇന്നൊരു തെറ്റുമില്ലെന്ന്. കാരണം അതേ ആഹാരം അവൻ കഴിച്ചതുകൊണ്ട് അവനറിയാം അതിലൊരു പോയിസൺ ഇല്ലെന്ന്. കാരണം അങ്ങനെയല്ല ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവന് കിടപ്പിലായന്. എന്നിട്ട് പിന്നെ അങ്ങനെ ഇവന്റെ അനിയന് മാത്രം അങ്ങനെ സംഭവിച്ചെന്നറിയാൻ വേണ്ടി അടുത്ത ദിവസം വീണ്ടും അവൻ ആ പയ്യന്റെ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അന്ന് ആഹാരം കഴിച്ചതിന് ശേഷം പയ്യൻ എവിടൊക്കെ പോയെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പം അവന്റെ അമ്മയാണ് ആഹാരം കഴിച്ച അടുത്ത സെക്കൻഡ് തന്നെ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നെന്നറിഞ്ഞ് അതുകൊണ്ട് ഇവരോട് ഇങ്ങനെ സംശയപ്പെടുന്നതെന്ന് അവരാ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇതേക്കുന്ന രാജാവും കഴിച്ച ഉടനെ ഇവന്റെ അമ്മയുടെ അടുത്ത് പോയെങ്കിൽ പിന്നെ ഇവൻ എന്തുമായിരിക്കും കഴിച്ചിങ്ങനെ പോയിസൺ ആയെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരുടെ മുറിക്കകത്ത് കുറെ മരുന്നുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇത് കാണുന്ന അവനാണ് ഇതൊക്കെ ആര് തന്നെയാന്ന് പറഞ്ഞു ചോദിക്കുമ്പം അവന്റെ അങ്കിള് പ്രിൻസ് ജീസാനെ വന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവന് സംശയത്തി ഇതിനകത്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പുറത്ത് വെച്ച് രാജാവും ഒരേശി മരുന്നിനകത്തും ഇവനൊന്നും കണ്ടുപിടിച്ചില്ല. പിന്നെ അവള് പാവം ജയിലിൽ നിന്ന് തന്നെ വിറച്ചോന്ന് പറയുമ്പം ഇതേക്കുന്ന അവന്റെ ജോലിക്കാരും രാവിലെ ചെന്ന് ചീഫ് കുക്കിനെ നോക്കിയായിരുന്നു അവർക്കൊരു കുഴപ്പമില്ലെന്നറിയും. അങ്ങനെ ആദ്യം കൊട്ടാരത്തിൽ വന്ന പോലെ തന്നെ അവർക്ക് ജയിലിൽ കിടക്കാൻ ഒരു കുഴപ്പമില്ലെന്നറിയുമ്പം ഇതേക്കുന്ന അവൻ ഓർത്ത് നോക്കും സത്യം പറഞ്ഞ ആദ്യം ഇവനും അവളെ ജയിലിലാക്കിയല്ലേ ഇവിടെ കൊണ്ടുവന്നേന്ന്. അതുകൊണ്ട് അത് ഓർത്ത് നോക്കിയിട്ട് അവനും അതൊക്കെ ആരെയും ഓർമ്മിപ്പിക്കാൻ പറഞ്ഞെന്ന് അവനും ചെറിയ കുറ്റബോധത്തിലൊക്കെ എന്തായാലും ഈ തവണ അവൾക്കൊന്നും സംഭവിക്കാതെ അവൻ നോക്കുമെന്നറിഞ്ഞ് അവളെ സഹായിക്കാൻ വേണ്ടി ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ജയിലിൽ കിടക്കുന്ന ജിയോങ്ങാണ് അവിടേക്ക് രാജാവിന്റെ അമ്മമാര് തന്നിട്ട് അവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അവരെ കൈ കാണിച്ചു വിളിക്കും. അപ്പോഴാണ് അവരടുത്തേക്ക് വന്നിട്ട് ഇവള് ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച ഇവൾക്കിപ്പോ ഇതൊരു സുഖമായിട്ടുള്ള ജീവിതമായിട്ട് മാറിയോന്ന് അവരും കളിയാക്കി ചോദിച്ചിട്ട് സത്യത്തിൽ ഇവളാണോ രാജാവിന്റെ അനിയനെ കൊല്ലാൻ നോക്കിയെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇതേക്ക് അവളും ഇവന് വിശ്വസിച്ചില്ലെന്നറിഞ്ഞ് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്നറിയുമ്പം ഇത് കേട്ട് അവരും എന്തായാലും ഈ പ്രശ്നം കാരണം രാജാവിനെ സംശയിക്കാമെന്നറിഞ്ഞ് അവനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഒരേശ് ഇവൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഇവളെ കൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല. ഇവള് കാരണം രാജാവിനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇവള് തന്നെ സ്വയം മരിച്ചോൻ പറയും. അതുകൊണ്ട് 3 ദിവസം കൊണ്ട് ഇവളെ കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവളാണ് അങ്ങനെ ചത്തുപോകുന്നതിന് എവിഡൻസ് തന്നെ കണ്ടെത്താന്നറിഞ്ഞ് ഇവള് സമ്മതം പറയുമ്പം അവരാണ് ഒരു കത്തിയെടുത്ത് ഇവളുടെ കൊടുത്തിട്ട് കറക്റ്റ് 3 ദിവസത്തിനുള്ളിൽ ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്തില്ല സ്വയം മരിച്ചോളം പറയും. അതിനേശ് ഇവളും പുറത്തേക്ക് വന്നുടനെ എല്ലാരും കൂടെ ഇവളെ കണ്ട് സന്തോഷത്തി അവളുടെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ആദ്യം തന്നെ രാജാവിന് ആഹാരം ഉണ്ടാക്കണം എന്നറിഞ്ഞ് ഇവൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇതേ സമയം രാജാവാണ് ആ മരുന്ന് ഓരോന്നൊക്കെ ചെക്ക് ചെയ്തോണ്ട് പ്രിൻസ് ജീസാൻ തന്ന ഏതെങ്കിലും ഒരു മരുന്ന് പോയിസൺ ഉണ്ടെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്ത് ഇവന് കഴിക്കാൻ വേണ്ടി ആഹാരം കൊണ്ടുവരുമ്പം അവന് വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവിടേക്ക് വന്നത് ജിയോങ്ങാന്ന് അറിഞ്ഞിട്ട് അവന് സന്തോഷത്തിൽ പുറത്തേക്ക് ചെന്ന് ഇവളെപ്പോഴാ പുറത്തേക്ക് വന്നതെന്ന് അറിഞ്ഞ് അവൻ ഓടിച്ചെന്ന് അവളെ വിളിച്ചോണ്ട് മുറിയിലേക്ക് ചെല്ലും. അങ്ങനെ ഇവളെ കുറെ മിസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവന് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇവളാൻ അവന്റെ അടുത്ത് നകന്നിട്ട് ഇവളോട് ഇഷ്ടം പോലെ ഇല്ലാതെ ഇങ്ങനെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച പിന്നെ എല്ലാവർക്കും രാജാവിനോട് സംശയം വരും പറഞ്ഞ് അവന്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ നോക്കുമ്പം പെട്ടെന്ന് അവനാണ് ഇവളെ കിസ് ചെയ്യും. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരെ ഇങ്ങനെ കിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ ഇവളെ ഇഷ്ടമെന്നൊക്കെ പറയുമ്പം അവളും കുറച്ച് നാണിച്ചിട്ട് ഇവൻ ആഹാരമൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ കൂടെ ഇവളും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കഴിച്ചോണ്ടിരിക്കുമ്പം ഇവളെങ്ങനെ പുറത്തേക്ക് വന്നെന്ന് രാജാവ് ഇപ്പൊ ഇവളോട് കഴിക്കും. അപ്പോഴാണ് അവളും ഇവിടുത്തെ ഗ്രാൻഡ് ക്യൂവിനെ പുറത്തേക്കാക്കിയെന്ന് പറഞ്ഞ് അവരിട്ട കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുമ്പം ഇത് കേട്ട് അവനാണ് പേടിച്ച് പെട്ടെന്ന് ഇവളുടെ നിന്ന് കത്തിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവന്റെ അമ്മൂമ്മ പറഞ്ഞുകൊണ്ടൊന്നും ഇവൻ അവളെ ചാകാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് അവനും പറയുമ്പോ തന്നെ ഇവളാണ് സത്യത്തി അപ്പോ എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ രാജാവേ, കൊള്ളയാണോ ഇത് എന്ന് ഇവള് കഴിക്കുമ്പം അവനോടുന്ന് ചുമ വന്നിട്ട് ആദ്യം മിണ്ടാതെ ആഹാരം കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവൾക്ക് ഇവനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവൾ തിരിച്ചൊന്നും പറയാത്ത. എന്നിട്ട് ഇവിടെ മുക്ജു ആണ് എവിഡൻസ് കണ്ടെത്താൻ വേണ്ടി ഗ്രാൻഡ് ക്വീൻ ഇവൾക്ക് 3 ദിവസം സമയം തന്നേക്കുന്നുണ്ട്. അവളും കുറച്ച് പുച്ഛത്തി ആദ്യം അവൾ എവിഡൻസ് കണ്ടുപിടിക്കോ അല്ലെ രാജാവിന്റെ അനിയെ മരിച്ചോ എന്നറിഞ്ഞ് അവൾ സന്തോഷത്തിൽ കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം തന്നേക്കുന്ന 3 ദിവസത്തിൽ ഇവിടെ രാജാവ് അവളുടെ കൂടെ ചേർന്ന് ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ആ പ്രിൻസ് ജീസാൻ തന്ന മരുന്നില് ഒരു സാധനം മാത്രം രാജാവിനെന്തോ മരുന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഓരോന്നും കഴിച്ചു നോക്കി അവനതൊക്കെ ടെസ്റ്റ് ചെയ്ത് അവസാനം ഇവ രണ്ടുപേരും കൂടെ ക്ഷീണിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോകും. അങ്ങനെ അടുത്ത ദിവസം രാജാവിന് വിളിക്കാൻ വേണ്ടി അവിടേക്ക് ആൾക്കാർ വരുമ്പം ഇവനാണ് അവൾ കിടന്നുറങ്ങുമെന്നറിഞ്ഞ് ഡിസ്റ്റർബ് ചെയ്ത് പോകാൻ പറയും. അങ്ങനെ അന്ന് രാത്രി ആ മരുന്നൊക്കെ ആയിട്ട് ഇവൾ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഗിൽഗുമാണ് അതൊക്കെ മണപ്പിച്ചു നോക്കിയിട്ട് രാജാവിന് സംശയം തോന്നിയ അതേ സാധനം എലിയുടെ മലത്തിന്റെ സ്മെല്ല് അടിക്കുന്നതെന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കും. കാരണം സത്യത്തിൽ ആ സംഭവം ആഡ് ചെയ്താണ് രാജാവിന്റെ അനിയനെ അങ്ങേര് കൊല്ലാൻ നോക്കിയത്. പക്ഷെ കാണുന്നവർക്ക് അത് മരുന്നായിട്ട് തോന്നത്തുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം രാജാവ് ഇത് കഴിച്ചു നോക്കിയതുകൊണ്ട് അവന്റെ അനിയനെ പോലെ അവന് വയ്യാത്ത അവസ്ഥയെ കിടക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉറപ്പായി ആ എലിയുടെ മലം കാരണം ഇവന്റെ അനിയൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അങ്ങനെ അതിന്റെ കാരണക്കാരൻ പ്രിൻസ് ജീസാനെന്ന് മനസ്സിലായി. ഇവരും ദേഷ്യത്തിലൊക്കെ ഇരിക്കുമ്പം രാജാവിനെ കാണാമെന്ന ഡോക്ടറും രാജാവ് ചെറുതായിട്ട് കഴിച്ചോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല
കുഴപ്പമില്ല. പക്ഷെ അതേസമയം അത് കുറെ മരുന്നുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചോണ്ട ഇവന്റെ അനിയൻ ഇങ്ങനെ ഒരു അവസ്ഥയായി പോയെന്നറിഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് നേരിട്ട് ആ പ്രിൻസ് ജീസാനെ കൊടുത്തയച്ചെന്ന് ഇവർക്ക് തെളിയിക്കണമെങ്കിൽ അതിന് പ്രൂഫ് വേണം. കാരണം ഈ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന വേറൊരു ലേഡിയാണ്. അതുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടി രാജാവ് തീരുമാനിച്ചിരിക്കുമ്പോൾ ഇവളാണ് രാജാവിന് ആദ്യം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. കാരണം അവന്റെ അവസ്ഥ ഇപ്പൊ കുറച്ച് മോശമായിട്ടിരിക്കുക. അപ്പോഴാണ് അവൻ ഇവളെ അടുപ്പിച്ചിട്ട് ഇവൾ അടുത്തുണ്ടെങ്കിൽ അവനൊരു കുഴപ്പമില്ലെന്നറിഞ്ഞ് അവന് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ചീഫ് സെക്രട്ടറി പറഞ്ഞയച്ച് ഈ മരുന്ന് കൊടുത്തയച്ച ആ വ്യക്തിയെ കണ്ടെത്താൻ നോക്കുമ്പോൾ ആ വീട്ടിലങ്ങ് ആരും കാണത്തില്ല. അങ്ങനെ ഇവര് വരുന്ന കാര്യം അറിഞ്ഞ് രക്ഷപ്പെട്ടെന്ന് ചീഫ് സെക്രട്ടറി രാജാവിനോടെന്ന് പറയുമ്പോൾ അവൻ എങ്ങനെയൊക്കെ അവളെ കണ്ടെത്തിയാലേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അറിയാം. അതേസമയം ഇതിന്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള മുക്ജു ആണ്. രാജാവ് ഇപ്പോ അവളെ കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് മനസ്സിലാക്കി അവളുടെ സെക്രട്ടറിയോട് പറഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി പറയും. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഈ സെക്രട്ടറിയും അവളെ പുറത്തേക്ക് വിളിച്ചോണ്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ഇതൊന്നറിയാതെ അവളും രാജാവൊക്കെ ഇപ്പൊ ഇവളെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് പേടിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് ആ സെക്രട്ടറി പെട്ടെന്ന് അവളുടെ ഹെയർ പിന്നും കൊണ്ട് ഇവളെ കുത്തി കൊന്നിട്ട് ഇനി ഇവൾ ജീവനോടില്ലെങ്കിൽ പിന്നെ എങ്ങനെ രാജാവ് കണ്ടെത്താൻ പോന്നിരിക്കുമ്പോൾ ഇതെല്ലാം സൈഡിൽ കൂടെ കാണുന്ന ഗൊങ്കിലാണ് ഈ ഹെയർ പിൻ ഇവളുടെയാന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിയാ അവൻ ഇത്ര സമയം കാത്തിരുന്നെന്ന് പറയും. കാരണം ഇവന്റെ ചേച്ചിയെ കൊന്ന ഇവളാന്ന് അവനിപ്പോ പിടികിട്ടി. അതുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ആ സെക്രട്ടറിയും അപ്പൊ തന്നെ ഇവനെയും കൊല്ലാൻ വേണ്ടി നോക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മിൽ ഫൈറ്റ് ആകുമ്പോഴാണ് അതേസമയം ഗൊങ്കിലും ഇവൾ എന്തുകൊണ്ടാ അവന്റെ ചേച്ചിയെ കൊച്ചിലെ കൊന്നേം ചോദിക്കും. അതേസമയം അവളും ഇവളുടെ കൈ കൊണ്ട് തന്നെ ഗൊങ്കിലിനെ കൊല്ലുന്ന വിശ്വാസത്തിൽ അവൾ സത്യം പറഞ്ഞു കൊടുക്കും ഇവന്റെ ചേച്ചിയെ കൊന്നത് വേറെ ആരുമല്ല മാഡം മൊക്ജു ആണെന്ന്. കാരണം ഒരു സമയത്ത് രാജാവിന് ഗൊങ്കിലിന് ചേച്ചിയോട് ഇഷ്ടം തോന്നി കാണും. അങ്ങനെ അതുകൊണ്ട് അസൂയപ്പെട്ട മൊക്ജു ആണ് ഇവന്റെ ചേച്ചി അപ്പൊ തന്നെ ഇവരോട് കൊല്ലാൻ പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ ചേച്ചി മരണപ്പെട്ടെന്ന് ഇപ്പൊ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് സങ്കടത്തി ഇവന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ വെറുതെ മരിച്ചോയെന്നറിഞ്ഞ് അവൻ ആ സങ്കടത്തിൽ തന്നെ ഇവളെ ആ മൊക്ജിയും വെറുതെ വിടത്തില്ലെന്നറിഞ്ഞ് ഈ സെക്രട്ടറി കുത്തിയിട്ടിട്ട് മറ്റേ പെങ്കൊച്ചിനോട് ചെന്ന് ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ആരെ ഇവളോട് പറഞ്ഞേശം ചോദിക്കും. അങ്ങനെ ആ സമയത്താണ് പുറയുന്ന ആരാ വന്ന് അവൾ അമ്പ ചെയ്ത് കൊന്നിട്ട് വന്ന്. അങ്ങനെ അത് വേറെ ആരുമല്ല ആ പ്രിൻസ് ജേസാന്റെ ആളാണ്. അതേസമയം അയാളും ആ മൊക്ജുവിന്റെ സെക്രട്ടറിയെ രാജാവിന്റെ ആൾക്കാർ പിടിച്ചെന്ന് പറയുമ്പോൾ ജീസാനാണ് അതൊക്കെ മൊക്ജു നോയിക്കോളം പറഞ്ഞ് ഇങ്ങനെ സമാധാനത്തിരിക്കും. അതേപോലെ ജയിലിൽ വെച്ച് മൊക്ജുവിന്റെ സെക്രട്ടറിയെ രാജാവിന്റെ ദേഷ്യത്തി ഇവർക്ക് എവിഡൻസ് കിട്ടാൻ വേണ്ടി അവളെ ചോദ്യം ചെയ്യുമ്പോൾ അവളാണ് ജീവൻ പോയാലും ആർക്കും പാരച്ചു കൊടുക്കത്തില്ലെന്നറിഞ്ഞ് അവസാനം വരെ പറയത്തില്ല. പക്ഷെ എന്നിരുന്നാലും രാജാവിനറിയാം ഇവനിങ്ങനെ കുടുക്കിലാക്കാൻ നോക്കിയതെല്ലാം മൊക്ജു ആണെന്ന്. അതുകൊണ്ട് അവനും നേരിട്ട് അവളെ തന്നെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവളാണ് ഒന്നും ചെയ്യാത്ത പോലെ പാവത്തിന് പോലെ ഇവനോട് സംസാരിക്കും. പക്ഷെ രാജാവിനോട് ഇപ്പൊ വിശ്വാസമില്ലാതെ എന്തുകൊണ്ടാ ഇവന്റെ അനിയനെ കൊല്ലാൻ നോക്കി ആ കുറ്റി ഇവന്റെ നേർക്ക് മാറ്റിയെന്നറിഞ്ഞ് ഇവൾക്ക് ഇതുകൊണ്ട് എന്തോ കിട്ടാമോന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾ എന്തൊത്തിരി പറയുന്നേന്ന് രാജാവ് ഇങ്ങനെ ദേഷ്യപ്പെടാതെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ഇവള് സത്യം പറഞ്ഞില്ലെങ്കിൽ അവളെ പിന്നെ ജീവനോടെ വിടത്തില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് വലിയ പേടിയൊന്നുമില്ലാതെ ഇവൾ തെറ്റിയതെന്ന് പറഞ്ഞ് വലിയ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇവളുടെ സെക്രട്ടറി ഒരിക്കലും ഇവൾക്ക് പാരച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇത് കേട്ട് രാജാവും പൂച്ചിച്ചിട്ട് എവിഡൻസ് അല്ലേ അവനത് ഒപ്പിച്ചിട്ട് ഇവളെ നോക്കിക്കോളാൻ പറഞ്ഞ് അവൻ ദേഷ്യത്തി അവിടെ നിന്ന് പോകും. എന്നിട്ട് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് രാജ ഇവിടെ ഗുണമാവുമ്പം അതേസമയം ഈ മരുന്നായിട്ട് നേരെ അവന്റെ അനിയന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഇതേ മരുന്ന് കൊടുത്ത അവന് ഗുണമാവെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കഴിപ്പിക്കുമ്പം ആദ്യം അത് കഴിച്ച ഉടനെ അവന്റെ അനിയന് ബോധം വരും. പക്ഷെ പെട്ടെന്ന് അവൻ മൊത്തത്തിൽ വയ്യാതെയായി അവൻ അവിടെ നിന്ന് വേദനിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് കണ്ട് അവന്റെ അമ്മയും പേടിച്ചിട്ട് അവരുടെ മകനെല്ലാം സംഭവിക്കാന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാളത്തിരിക്കുമ്പം അതേസമയം ഇത് കാണുന്ന ജിയോങ് ആണ് ഒരു ആഹാരം ഒന്നും കഴിക്കാത്തോണ്ടായിരിക്കും ആ മരുന്നിന്റെ എഫക്ട് കിട്ടാത്തെന്ന് പറഞ്ഞ് ഇവള് ഹെൽത്തി ആയിട്ടുള്ള ആഹാരം ഉണ്ടായിക്കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവന്റെ അമ്മയും ദേഷ്യത്തി ഇവളുടെ ആഹാരം കഴിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഇനി വീണ്ടും ഇവള് പാചകം ചെയ്തിട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞ് അവർക്ക് നല്ല ദേഷ്യം വരുമ്പം രാജാവും പറഞ്ഞു കൊടുക്കും സത്യം അവൻ കണ്ടെത്തി ഇവളുടെ പാചകം കാരണമല്ല ഇതൊന്നും സംഭവിച്ച് ഇവർക്ക് തന്നയിച്ച ആ മരുന്ന് കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന്. അതുകൊണ്ട് അവള് പാചകം ചെയ്യുന്ന ഒരു തെറ്റില്ലെന്ന് പറയുമ്പോൾ അവസാനം അവർക്കും എല്ലാം മനസ്സിലായി അതിന് സമ്മതിക്കും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ഇവൾ പയ്യനെ ഇഷ്ടപ്പെടുന്ന പോലെ കുറെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവൾ സന്തോഷത്തി അതെടുത്തോണ്ട് നേരെ അവിടെ ചെല്ലും. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്തും വല്ല പോയിസം വല്ലതും കാണുമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയെ വിശ്വാസമൊന്നുമില്ലാതെ അത് അവരുടെ മകന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പം രാജാവ് ആദ്യമായിട്ട് ജിയോങ്ങിനോടുള്ള വിശ്വാസത്തിൽ അവന്റെ ജോലിക്കാരെ ആദ്യം കഴിപ്പിക്കാതെ ഇവൻ തന്നെ സ്വയം അത് ടേസ്റ്റ് നോക്കി ഇതൊരു കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ധൈര്യത്തെ അവരും അവരുടെ മകന് ആ ഫുഡ് എടുത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ച് സമയത്ത് തന്നെ ആ പയ്യന് സമാധാനമായി അവന് തിരിച്ച് ബോധം വരും. അങ്ങനെ അതുകൊണ്ട് ഇനി ഇവെല്ലാം ഭയങ്കര സന്തോഷത്തി ആഹാരമില്ലാത്തോണ്ടാ പയ്യൻ ഇങ്ങനെയെന്നറിഞ്ഞ് അവർക്കെല്ലാം ഇപ്പൊ ആശ്വാസമാകും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് രാജാവാണ് ഇവളോട് ഇവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സാധനം കാണിക്കാൻ പോകുന്നറിഞ്ഞ് പിന്നീട് ഇവനെ ഒന്ന് കാണാൻ വേണ്ടി പറയും. അങ്ങനെ അത് കേട്ട് അവളാണ് ഇവളുടെ ബുക്കായിരിക്കോ കണ്ടുപിടിച്ചെന്നറിഞ്ഞ് അവളത് ആലോചിച്ച് സന്തോഷപ്പെട്ടാലും ഇവൾക്ക് ആ സമയത്ത് ഒരു വേദനയും കാണും. ആ ബുക്ക് വഴി തിരിച്ച് ഇവൾ ഇവിടെ നിന്ന് പോയാ പിന്നെ ഇവിടുത്തെ ആൾക്കാരെ മൊത്തത്തിൽ മിസ് ചെയ്യുന്നു. അതേസമയം അന്ന് രാത്രി ഇവിടെ മൊക്ജു ആണ് അവളുടെ സെക്രട്ടറി കാണാൻ വേണ്ടി ചെല്ലുമ്പം അവൾ സത്യസന്ധയോടെ മേഡത്തിനെ കുറിച്ച് ആരോടും പാരവയ്ക്കത്തില്ലെന്നറിഞ്ഞ് അവളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന മൊക്ജു ആണ്
അതുകൊണ്ട് തന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടി അവൾ ഇവിടേക്ക് വന്നേന്നറിഞ്ഞ് പെട്ടെന്ന് അവളുടെ ഹെയർ പിന്നായിട്ട് സ്വന്തം സെക്രട്ടറിനെ അവൾ കൊല്ലും. അതിനുശേഷം മൊക്ചുവും ഇതൊരു സൂസൈഡായിട്ട് കാണിക്കാൻ വേണ്ടി ആ ഹെയർ പിന്ന് സെക്രട്ടറി കയ്യിൽ തന്നെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ജിയോങ്ങും അവൻ ബുക്കായിരിക്കും തരാമോന്ന് അറിഞ്ഞ് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം അവനാണ് അന്നത്തെ പോലെ ഒരു ഡാൻസിങ്ങിന്റെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നിട്ട് ഇവന്റെ അമ്മമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ആദ്യം ഇവളുടെ അടുത്ത് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി അവൻ ഇന്ന് വിളിച്ചെന്നറിയും. അതുകൊണ്ട് അവളാണ് എങ്കിൽ പിന്നെ ഇവൾ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം അവൻ ഡാൻസ് ചെയ്യുന്ന ആദ്യം ഇവൾ കാണുന്നുണ്ട് ഇത് ഓക്കെ ആണോ അല്ലേ എന്ന് അവളെ കണ്ടിട്ട് പറയാൻ വേണ്ടി ഇവനും ചോദിക്കും. അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തി ഇവൻ ഡാൻസ് കളിക്കുന്നേ കണ്ട് അവൾ പഴയതൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സമയത്താണ് ഇവിടെ പ്രിൻസ് ജീസാനാണ് അയാൾ രാജാവാകാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പൊ നടത്തുന്നത്. അങ്ങനെ ആദ്യം രാജാവ് അവന്റെ അമ്മയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചാണ്. അങ്ങനെ ആ സമയത്ത് അയാൾ മരിച്ചെന്ന് വിചാരിച്ച് പക്ഷെ അവിടെ പ്രിൻസ് ജീസാനാണ് അവനെ അടച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് നാളെ ബർത്ത്ഡേക്ക് ഇവനെ പുറത്താക്കി അവന്റെ അമ്മയെ കുറിച്ചുള്ള സത്യം അറിയിക്കാൻ വേണ്ടി നോക്കുക. അതിന്റെ കൂടെ തന്നെ വേറൊരു സത്യം ഇപ്പോഴാണ് അറിയാൻ വരുന്നത്. രാജാവിന്റെ അമ്മയുടെ അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയായിട്ട് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിരിക്കുക. കാരണം അവരുടെ മകൾ മരിച്ചപ്പോ അവർ നേരിട്ട് കണ്ടയാണ്. അതുകൊണ്ട് ആ ഒരു ദുഃഖത്തിൽ തന്നെ ഇവരിക്കുമ്പം ഇത് കാണുന്ന ജീസാനും ഇവർ രണ്ടുപേരെയും നാളെ രാജാവിന്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകുവാണ്. പിന്നെ രാജാവിന് സത്യം അറിഞ്ഞ് അവന്റെ അമ്മയെ കൊന്നത് സ്വന്തം അമ്മുമ്മയാണെന്നറിയാമെന്ന് അവൻ അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും കൊന്ന് ഭ്രാന്തി പിടിക്കുന്ന ഇങ്ങേര് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ രാജാവിനെ ഭ്രാന്തനാക്കി അവന്റെ സ്ഥാനം ഇയാൾക്ക് കിട്ടണം. അതിനുള്ള ഒരു സന്തോഷത്തിലാണ് അയാളിപ്പോൾ ഉള്ളത്. ഇതേ സമയം ജിയോങ്ങും അവന്റെ ഡാൻസ് കണ്ടിട്ട് അടിപൊളിയാന്ന് പറയുമ്പം അവനാണ് ഇവളോട് ഇപ്പോഴും ഇവൾക്ക് ആ ബുക്ക് കണ്ടെത്താൻ ആഗ്രഹമാണെന്ന് ചോദിക്കും. അങ്ങനെ അത് കണ്ടെത്തിയ ഇവൾ ഇവിടെ നിന്ന് പോകുമെന്ന് ചോദിക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവൾ ഫ്യൂച്ചറിൽ നിന്ന് വന്നയാന്ന് ഇവന് വിശ്വാസമായെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളിങ്ങനെ ആരും കാണാത്ത പാചകം ഉണ്ടാക്കുമ്പോൾ തന്നെ അവന് മനസ്സിലായെന്ന് പറയും. അങ്ങനെ ഇവൾ ഇവിടെ നിന്ന് പോകണ്ടെന്ന അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പം അവൾക്ക് മനസ്സിലായി അപ്പൊ സത്യത്തിൽ ഇവൻ ഇതുവരെ ആ ബുക്ക് കണ്ടെത്താൻ പോലും തുടങ്ങിയില്ലെന്ന്. അതുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടി ഇവനോട് ചോദിക്കുമ്പം അവനാണ് അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താന്ന് പറഞ്ഞ് ജീവിതകാലം ഫുള്ളും ഇവന്റെ കൂടെ കാണുമെന്ന് ചോദിക്കും. അതുകൊണ്ട് ഒരു മോതിരിട്ട് കൊടുത്ത് ഇവന്റെ കൂടെ എപ്പോഴും കാണണമെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.